മഴയൊക്കെ മാറി നിൽക്കുകയാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. എന്തായാലും മഴ കുറഞ്ഞതോടെ സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളും വീണ്ടും സജീവമായിട്ടുണ്ട്. നല്ല കാഴ്ചയൊക്കെ കാണാൻ ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. എല്ലാം ആസ്വദിക്കാൻ. അതോടൊപ്പം തന്നെ ചില്ലറ കച്ചവടക്കാർക്കും സന്തോഷമായി. അപ്പോൾ നമുക്ക് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ ആളടക്കമുണ്ടോ എന്ന് നോക്കിയാലോ. ആദ്യം തിരുവനന്തപുരം ശംഖുമുഖത്തേക്കാണ്. അവിടെ നമ്മുടെ സുനിഷ അയ്യല്ലൂർ തയ്യാറാണ്. കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് അലി അക്ബർ ഷായും കോഴിക്കോട് ബീച്ചിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നുമുണ്ട്. ആദ്യം നമുക്ക് സുനിഷയിൽ നിന്ന് തുടങ്ങാം. ഗുഡ് ഈവനിംഗ് ഗൈസ്. സുനിഷ, മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങും പോകാതെ ആകെ ഒരു മൂടി പിടിച്ച് സാഡ് ആയിട്ടിരിക്കുകയായിരുന്നിരിക്കും കുറെ ആളുകളൊക്കെ. ഇന്നിപ്പോ എങ്ങനെയാണ്, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയോ ശംഖുമുഖത്തേക്ക്? സുജയ, ഗുഡ് ഈവനിങ്. ആളുകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്ക് കാണാൻ കഴിയും സാധാരണ രീതിയിൽ തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഈ ശംഖുമുഖം ബീച്ചിലൊക്കെ വലിയ തിരക്ക് തന്നെ നമുക്ക് കാണാറുണ്ട്. സാധാരണ അത് മഴ മാറി നിൽക്കുന്ന സമയങ്ങളിലെല്ലാം. പക്ഷേ ഇന്ന് അത്ര കണ്ട് തിരക്കിലേക്ക് മാറിയിട്ടില്ല. പക്ഷെ തിരക്ക് കൂടുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികളൊക്കെ ഇതെങ്ങനെ ഞായറാഴ്ചയല്ലേ, ഏതായാലും ഇങ്ങനെ കടൽ തീരത്തൊക്കെ കളിക്കാം എന്നൊക്കെയുള്ള രീതിയിലേ ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ഈ ശംഖുമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ആകർഷിക്കുന്ന തരത്തിൽ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളായാൽ ഭക്ഷണം, ഇപ്പൊ കുതിരസവാരി ഉണ്ട്, ഒരു കുഞ്ഞു ട്രെയിൻ യാത്ര പോലുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും സഞ്ചാരികളെ ആകർഷിക്കാനുള്ള സംവിധാനങ്ങൾ ഏതായാലും ഈ പറയുന്നത് പോലെ ശംഖുമുഖത്തൊട്ടാകെ ഉണ്ട് എന്നുള്ളതാണ്. ഇതാ കുട്ടികളെയൊക്കെ കാണാൻ കഴിയും. ഇങ്ങനെ ആസ്വദിച്ച് കളിച്ച് നടക്കുകയാണ്. ഒന്ന് സ്കൂളിലൊക്കെ പോയി, ഈ പറയുന്ന 5 ദിവസവും സ്കൂളിൽ പോയി ഒരു ഞായറാഴ്ച അവധി കിട്ടിയതിന്റെ സന്തോഷത്തിലൊക്കെയാണ്. അങ്ങനെ നടക്കുന്ന കുഞ്ഞു മക്കളെ കാണാം, ഒപ്പം തന്നെ വലിയ ആളുകളെ കാണാം. ഇവരൊക്കെ ഇങ്ങനെ ഈ ഒരു വീക്കെൻഡ് അങ്ങ് ആഘോഷമാക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ കുതിര സവാരി നടത്താം, ഹോഴ്സ് റൈഡിനുള്ള കുതിരകളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഹായ്, എവിടുന്ന് വരുവാ? കുട്ടികളിങ്ങനെ ഇതാ കളിച്ച് നടക്കുന്ന തിരക്കിലാണ്. ഇതാ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഓരോ അവരുടെ ഇഷ്ട വിനോദം ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കളിക്കുക എന്നുള്ളതാണ്. മോളുടെ പേരെന്താ? സാധനം കയ്യിൽ എന്തുവാടാ? കടലിൽ ഇറങ്ങിയോ? ഇറങ്ങാൻ പോവാണോ? ഇവരെന്തായാലും ഇനി കടലിൽ ഇറങ്ങാൻ പോവാണെന്നാണ് പറഞ്ഞത്. അതായത് ഈ ബീച്ചിലെത്തി അങ്ങനെ ആസ്വദിക്കുന്ന മക്കളെ കാണാം. അങ്ങനെയുള്ള നിരവധി ആളുകളാണ് സുജയ. പക്ഷേ ശംഖുമുഖത്തെ സംബന്ധിച്ചിടത്തോളം തിരക്ക് അങ്ങോട്ട് കൂടിയിട്ടില്ല. ഒരു 5:30 ആവുമ്പോഴേക്കും നല്ല തിരക്കിലേക്ക് എത്തും എന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? ആളുകളൊക്കെ ഉണ്ടോ? ചേച്ചി, തിരക്കുണ്ടോ ചേച്ചി? തിരക്കൊന്നുമില്ല, പഴയതുപോലെ. കഴിഞ്ഞ മഴയൊക്കെ ആയപ്പോ ആളുകളൊക്കെ കുറവായിരുന്നു. ഇപ്പൊ കുറച്ചധികം ആളുകൾ തീരം പോയതോടുകൂടി ആൾക്കാരൊക്കെ കുറവാണ്. ഇനി ഇതൊക്കെ മെച്ചായി വരുമ്പോഴത്തേക്ക് പഴയതുപോലെ ആകും. ഞായറാഴ്ചയാണ്, പക്ഷെ പതിവിലിപ്പോ ഉള്ള ഒരു തിരക്കില്ല. അതിപ്പോ കുറച്ച് നാളുകൊണ്ട് ഇല്ല. അതാണ്, ആ മഴയൊക്കെ മാറി നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ നമുക്ക് ഉണർത്തിയെടുക്കണം സുനിഷ. എന്തായാലും ചേച്ചിക്ക് കടയിലേക്കൊക്കെ ആളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. 5 മണി ആയതുകൊണ്ടായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വരുമായിരിക്കും. സുനിഷ, അപ്പോ സൺഡേ ഹോളിഡേ എന്നൊക്കെ നമ്മൾ പറയെങ്കിലും എല്ലാവരും വീട്ടിലിപ്പോൾ OTT ഹോളിഡേ ആഘോഷിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരും ഈ സ്മാർട്ട് ടിവിയുടെ മുന്നിലേക്കൊക്കെ ഒതുങ്ങി കൂടുന്നുണ്ട് അല്ലേ? ഞായറാഴ്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വൈകുന്നേരം ആവുമ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അങ്ങനെയൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നതായിരുന്നു. ആ പതിവൊക്കെ അങ്ങ് മാറുകയാണല്ലേ? ഏറെക്കുറെ അതൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇവര് പറയുന്ന പോലെ ഈ ശംഖുമുഖത്തൊക്കെ വലിയ തിരക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ സുജ പറഞ്ഞതുപോലെ ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് ഒരു വാട്സപ്പ് ചാറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക, അങ്ങനെയുള്ള തരത്തിലേക്ക് നമ്മുടെ യൂത്തൊക്കെ മാറിയിട്ടുണ്ടോ എന്നൊരു സംശയം ഏതായാലും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ റീലുകളൊക്കെ അയച്ചു നടക്കുന്ന ആളുകളായതുകൊണ്ട്. അപ്പോ പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ പുറത്തേക്ക് വന്ന് കൂട്ടുകാരോടൊത്ത് കുടുംബത്തോടൊത്ത് ഇങ്ങനെ സംസാരിച്ച് സ്ഥലങ്ങളിലെത്തി കടലും കാഴ്ചയും ഒക്കെ കണ്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട് എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നമുക്കിതാ ഇവിടെ കാണാൻ കഴിയുന്ന ഈ പറയുന്ന ഇത്രയധികം ആളുകൾ എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ 5:30 ആവുമ്പോഴേക്കും കൂടുതൽ ആളുകൾ എത്തുമെന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മൾ ആളുകളെ ഓർമ്മിപ്പിക്കാനാണ് ഈ വിഷയം തന്നെ എടുത്തത്. സൺഡേ എന്ന് പറയുന്നത് ഹോളിഡേ ആണ്. ആ ഹോളിഡേ നിങ്ങൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഒന്നുകിൽ ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിൽ, ഈ 2 പെട്ടിക്കുള്ളിൽ അല്ലാതെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങൂ. നമ്മൾ അങ്ങനെ ആളുകളെ അതിനും കൂടെ പ്രോത്സാഹിപ്പിക്കുകയാണ്.